അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. അപ്പം നമ്മളുടെ ടോപ്പിക്ക് അതാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് കറുപ്പ് എന്ന് പറയുന്നത് സൗന്ദര്യമല്ല എന്ന്. അത് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് ആ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണോ? ചിന്തിക്കണം. അതുപോലെ സൗന്ദര്യത്തിനെ നിർവചിക്കാൻ വേണ്ടി ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിലധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നല്ലതാണോ അതും കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എല്ലാവരും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മളുടെ ഇൻഡോ കിവി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. പക്ഷേ എപ്പോഴും ഗ്യാപ്പായിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന ഒത്തിരി കുറവാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ നേരിട്ട് വന്ന് നമ്മൾ ഒരു വീഡിയോയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പം എനിക്ക് സംസാരിക്കണം തോന്നി. കാര്യം എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എങ്കിൽ പോലും ഇപ്പം ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ ജൂനിയർ കലാമണ്ഡലം സത്യഭാമ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതായത് കറുത്തവർക്ക് സൗന്ദര്യമില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ അവരാ പറഞ്ഞത് കറുത്തവർക്ക് സൗന്ദര്യമില്ല എന്നതിനേക്കാൾ ഒരാളെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊരു സമൂഹത്തിന് മാത്രമാണ്. മനുഷ്യരിൽ കറുപ്പും വെളുപ്പും എന്നീ 2 ഗണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ എന്തിനാണ് ഇത്ര വെറുപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ എന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. കാരണം എപ്പോഴും നമ്മുടെ കുഞ്ഞിലെ മുതൽ നമ്മൾ കുഞ്ഞു കുട്ടികളിൽ ഇപ്പോൾ ഇവനൊരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടി ഉണ്ടായെങ്കിൽ ആദ്യം കാണാൻ പോകുന്ന ആളുകൾ പറയുന്നു, ഓ കുട്ടി കറുത്തിട്ടാണല്ലേ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വെളുത്തിട്ടാണല്ലോ, കുട്ടി എന്തുകൊണ്ട് കറുത്തു. പിന്നെ അപ്പോൾ നമുക്ക് അപ്പം തൊട്ടേ ടിപ്സ് കൊടുക്കുകയാണ്. അതായത് മഞ്ഞൾ തേപ്പിക്ക്, കുറച്ച് അത് കലക്കിത്തേക്ക്, ഇത് കലക്കിത്തേക്ക്, അപ്പം വെളുക്കും. അങ്ങനെ ഒരു ഉണ്ടായിക്കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ് മുതൽ നമ്മളുടെ സമൂഹം ആ കറുപ്പിന് സൗന്ദര്യമില്ല. ഇനി ഈ കുട്ടി വളർന്നു വന്നു കഴിയുമ്പം പല്ല് വരുമല്ലോ, പല്ല് പൊങ്ങും. ഓ പല്ല് പൊങ്ങിയ സൗന്ദര്യമില്ല. അതായത് സൗന്ദര്യത്തിൻ്റെ നിർവചനം ആരാണ് നിർണ്ണയിക്കുന്നത്? ഇനി ഈ കുട്ടി സ്കൂളിൽ പോവാൻ തുടങ്ങി. ഞാനും കുഞ്ഞിലെ കളർ നല്ല കുറവുള്ള ആളാണ്. ഇപ്പോഴും എനിക്ക് കളറൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒരു കുറച്ച് ഏജ് കഴിയുമ്പോൾ ചില ആളുകൾക്ക് കുറച്ച് കളർ വരും. ഇപ്പോൾ പോലും നിങ്ങൾ ചിന്തിക്കുക, യൂട്യൂബിൽ മില്യൺസ് അടിക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് അവരുടെ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോസിൻ്റെ തമ്പിനെയിൽ 1 ദിവസം കൊണ്ട് വെളുക്കാം, 2 ദിവസം കൊണ്ട് വെളുക്കാം, അല്ലെ പണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു ഇപ്പം ഞാൻ വെളുത്തിട്ട് പാറി പറന്നു ആകാശത്ത് പോയി എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിലായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂ വരുന്നത്. അതായത് നമ്മുടെ സമൂഹം ഇപ്പോഴും ഈ വെളുപ്പിൻ്റെയും കറുപ്പിൻ്റെയും, അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഒരുപാട് മാറിയേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോഴും കറുപ്പും വെളുപ്പും അല്ലെ പല്ല് പൊങ്ങിയതും മുടി ചുരുണ്ടതും മാത്രമല്ല. മനുഷ്യൻ്റെ കഴിവുകളും അവൻ്റെ പ്രാപ്തിയും കൊണ്ട് ലോകം കീഴടക്കുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിൽ കിടന്ന് കറുപ്പ് വെളുപ്പ്, മുടി പൊങ്ങിയത്, മുടി ചുരുണ്ടത്, പല്ല് പൊങ്ങിയത്, സൗന്ദര്യമില്ല, ബോഡി ഷെയ്മിങ്, ഇതല്ല. ലോകം ഒരുപാട് മാറി. അത് ഇനിയെങ്കിലും തിരിച്ചറിയാനുള്ള പക്വത നമ്മൾ യുവ സമൂഹമെങ്കിലും കാണിക്കേണ്ടതാണെന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ നമ്മളെല്ലാവരും സ്കൂൾ കഴിഞ്ഞവർക്ക് അത്യാവശ്യം ഇപ്പോൾ സ്കൂളിൽ കാണുന്ന കുട്ടികൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ സ്കൂളുകളിൽ ഒപ്പന മത്സരമുണ്ട്. ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഒപ്പന, തിരുവാതിരയ്ക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഈ ഒപ്പനയ്ക്ക് പങ്കെടുക്കാൻ ചെല്ലുമ്പം ഒത്തിരി പിള്ളേരുള്ള സ്കൂളാണെങ്കിലും അതിൽ ഈ ഒപ്പന മത്സരത്തിൽ സെൻട്രൽ അട്രാക്ഷനായിട്ട് ഇരിക്കുന്ന ആ ഒരു കുട്ടി ഈ കലാമണ്ഡല സത്യഭാമ പറഞ്ഞതുപോലെ സൗന്ദര്യമതിയായുള്ള ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റുന്ന കുട്ടിയായിരിക്കും. ഇന്നേ വരെ ഒപ്പന മത്സരത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കളറ് കുറഞ്ഞ കുട്ടി? അല്ല നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരെ കയറ്റിയിരുത്തുന്നത്? അവർ ടീച്ചേഴ്സ് ഇരുത്തുന്ന തന്നെ അവർക്ക് ഫസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും സൗന്ദര്യം, നമ്മൾ പറയുന്ന സൗന്ദര്യമല്ല, എല്ലാവരും പറയുന്ന സൗന്ദര്യമുള്ള ഒരാളെയാണ് അവിടെ ഇരുത്തുന്നത്. അപ്പം
ഞാൻ ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും വിഷമിച്ചിട്ടുണ്ട്. കാരണം ഒരു കഴിവുമില്ലാതെ ഒന്നും ചെയ്യാൻ അറിയാത്ത കുട്ടികളെ സൗന്ദര്യം കൊണ്ട് അവൾ സെൻറ്ററിലിരുന്നോട്ടെ. അപ്പം ബാക്കി എല്ലാത്തിനും നമ്മൾ എല്ലാവരും കൂട്ടും. നമ്മൾ ഇതിൻ്റെ പുറകിൽ കൈകൊട്ടി കളിക്കാനായിരിക്കും ഇങ്ങനെയുള്ള. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടായി കിടക്കുന്ന കുട്ടി മുതൽ ഈ സ്കൂൾ തലങ്ങളിലും ഇനി കോളേജിൽ ചെന്നാലും ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു കല്യാണ മാർക്കറ്റിലേക്ക് വരിക. കല്യാണ മാർക്കറ്റ് എന്നല്ല, കല്യാണം. ഈ കല്യാണ സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തക്കാർ ആരായാലും പെണ്ണ് കറുത്ത, പെണ്ണിന് പല്ല് പൊങ്ങി, ഇനി ചെറുക്കന് കളറില്ല. ഇങ്ങനെയുള്ള ഈ ബോഡി ഷെയ്മിങ് എന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും മറ്റുള്ളവർക്ക്. അപ്പം നമ്മൾ മാറുക. ഒരു കലാമണ്ഡല സത്യഭാമ 66 വയസ്സായ ആ ഒരു സ്ത്രീ മാറിയതുകൊണ്ട് നമ്മൾ ആരും മാറുന്നില്ല സമൂഹം. അപ്പം തിരിച്ചറിയേണ്ടത് നമ്മളെല്ലാവരും മാറുക എന്നതാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് പോയിട്ട് വന്നാൽ ഇനി കല്യാണം കഴിഞ്ഞാലോ, ഈ കല്യാണത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആരും വീട്ടിൽ പോവല്ലോ. തിരിച്ചു വരുമ്പോൾ ആ പെണ്ണിന് ഇതിൽ നല്ല ചെറുക്കനെ കിട്ടിയാനെ, ആ ചെറുക്കന് ഇതിൽ നല്ല പെണ്ണിനെ കിട്ടിയാനെ, പെണ്ണ് ഉരുണ്ടതാ, പെണ്ണ് തടിച്ചിട്ടാ, അല്ല പെണ്ണിന് പൊക്കം കുറവാ, ചെറുക്കന് പൊക്കം കൂടിപ്പോയി. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവാണ് എല്ലാവരും സ്പ്രെഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇവർക്കും കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞാകും. അപ്പോഴും ചിലപ്പോൾ ഈ കുട്ടിക്ക് കളർ കുറവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടി കാണാൻ നമ്മുടെ സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു പത്രോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചാനൽ ഏതാണെന്നും ഞാൻ മറന്നുപോയി. അതായത് മഞ്ജു പത്രോസ് പറയുന്നുണ്ട്, മഞ്ജു പത്രോസിന് എന്നും സൗന്ദര്യത്തിൻ്റെ, അതായത് കളറിൻ്റെ പേരിലും അവരുടെ ആ ആകാര വടിവിൻ്റെ പേരിലും അവരെന്നും ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അതായത് ഞാൻ കേട്ടു, മഞ്ജു പത്രോസിൻ്റെ അമ്മയ്ക്ക് കളറുണ്ട്, അപ്പോൾ മഞ്ജു പത്രോസിന് കളറില്ലാത്തതിൻ്റെ പേര് കുഞ്ഞിലേ മുതൽ മഞ്ജു പത്രോസ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന്. അത് സമൂഹത്തിൽ ഉയർന്ന ഒരു കലാകാരി പറയും. അതുപോലെ എത്രയോ ആളുകളുണ്ടാവും. ശ്രമിക്കുക, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞാൽ, ഞങ്ങളെ വീട്ടിലെ 2 ചേച്ചിമാർ, ഇളയതാണ് ഞാൻ, 3 പേരാണ്. അപ്പം നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിൽ ഒരു ഫോട്ടോ കൊണ്ട് ഒരാളെ കാണിക്കുക എന്ന് വിചാരിച്ചു, കുഞ്ഞിലെ മുതൽ. ആ സമയത്ത് ആദ്യം ഇവർ പറയുന്നത്, ഇപ്പം ഈവൻ ഫ്രണ്ട്സ് ആദ്യം പറയുന്നത്, നിൻ്റെ ചേച്ചിമാർക്കൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, നിനക്ക് നല്ല നീ എന്താ ഇങ്ങനെ. എൻ്റെ സങ്കല്പത്തിൽ, അതായത് ഞാൻ എനിക്ക് സൗന്ദര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ നമ്മുടെ സമൂഹം പറയുകയാണ് നമുക്ക് സൗന്ദര്യമില്ല. അതായത് നമ്മുടെ കമ്പയർ എൻ്റെ വീട്ടിൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആരുമല്ല കമ്പയർ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് സൗന്ദര്യം ഉണ്ടെന്നാണ് അവർ കുഞ്ഞിലോട്ട് പറയുന്നത്. ഞാനിപ്പോൾ ഇത് വന്ന് പറയും, അമ്മ അങ്ങനെ പറഞ്ഞു, എൻ്റെ കൊച്ചിന് എന്താ കുഴപ്പം, എൻ്റെ കൊച്ചു സുന്ദരിയല്ലേ, അങ്ങനെ പറഞ്ഞ് നമ്മളെ സമാധാനിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതൊരു വേദനയായിട്ട് കിടക്കും. അത് ഞാനിപ്പോഴും ഓർക്കുവാണ്. ഞാനൊരു ഇടയ്ക്ക് എനിക്ക് ഫോട്ടോ കാണിക്കാൻ മടിയായിരുന്നു മറ്റുള്ളവരെ. നമ്മൾക്ക് സൗന്ദര്യം ഇല്ല, മറ്റുള്ളവർക്ക് നല്ല ചേച്ചിമാർ ഭയങ്കര വെളുത്ത്, എനിക്ക് കളർ കുറവായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ചേച്ചിമാരൊക്കെ നല്ല വെളുത്ത് നല്ല മുടി. അപ്പോൾ എൻ്റെ ചുരുണ്ട മുടിയാണ്, പല്ലിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് സൗന്ദര്യം കുറവാന്ന് തോന്നിയിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ ഈ പാലിച്ച് നൽകുന്ന സൗന്ദര്യം നമുക്ക് കുറവാണ്. അപ്പോൾ എന്നും അധിക്ഷേപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞ് മനസ്സാവുമല്ലോ നമ്മുടെ. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെയാണ് ആളുകൾ പിള്ളേരെ വേദനിപ്പിക്കുന്നത്. ഇതിപ്പോൾ പിള്ളേരെ എന്നല്ല, വലുതായി വരുന്ന ആളുകളെ പോലും എത്ര വലുതായിക്കോട്ടെ ആൾക്കാർ, അവരുടെ മരണം വരെ മറ്റുള്ളവരിൽ നിന്ന് ഇതുപോലെ അധിക്ഷേപങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കില്ല. ഇപ്പം നമ്മളറിയാം, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നല്ലൊരു കലാകാരനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് കലഭമണി. അതായത് അദ്ദേഹത്തിന് പാട്ട് പാടാൻ കഴിവുണ്ട്, ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, ഏത് കഥാപാത്രവും നന്നായി ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് കുഞ്ഞിലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനിയൻ അദ്ദേഹത്തിൻ്റെതായ കഴിവുകളിൽ ഉയർന്നു വരുമ്പോൾ എന്തിനാണ് സ്ത്രീയെന്ന് തന്നെ വിളിക്കാൻ തോന്നുള്ളൂ, നിങ്ങളിങ്ങനെ അവരുടെ നേരെ കല്ലെറിയുന്നത്? ഇപ്പം ഒരു വാർത്താ അവതാരകൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്ന്. റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു. അതവർക്ക് അവർക്ക് ഫീൽ ചെയ്തു. അവർ പറയുകയാണ്, എനിക്ക് ഇത്ര സൗന്ദര്യം മതി, എനിക്ക് 66 വയസ്സായി എന്ന്. അവർ വിചാരിച്ചേക്കുന്നത് അവർ ഭയങ്കര സുന്ദരിയാണെന്നാണ്. അതായത് അതാണ് എന്താണ് ഈ സമൂഹം പറയുന്ന കളറും
സമൂഹം പറയുന്ന ആകാരപടിവും അവർക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അവരെ കല്ലെറിയുന്നതിന് മുമ്പ്, ഇനിയിപ്പോൾ 66 വയസ്സായ അവരെ നന്നാക്കിയത് കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മളെല്ലാവരും മാറാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളെ കാണുമ്പം അവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ അയ്യോ നിന്നെ കൊള്ളില്ലല്ലോ, നിനക്ക് കഴിവില്ലല്ലോ, ഇതൊന്നും പറയാതെ അവരെ അംഗീകരിച്ചു കൊടുക്കുക. അവർക്ക് ഈവൻ സൗന്ദര്യം, ഇനിയിപ്പം നിങ്ങൾ പറയുന്ന സൗന്ദര്യം അവർക്ക് ഇല്ലെങ്കിൽ പോലും അത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ ഈ പറയുന്നത് ഒരു ടീച്ചറെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളെ ഒപ്പന മത്സരത്തിലും കുറച്ച് കളറൊക്കെ കുറഞ്ഞ, അവർക്ക് സൗന്ദര്യമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരികളായ പെൺകുട്ടികൾ അല്ലെ ആൺകുട്ടികളൊക്കെ എപ്പോഴും നല്ലൊരു ഇരു നിറത്തിലിരിക്കുന്നതാണ് അവർക്ക് സൗന്ദര്യം. അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇനിയെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒപ്പന മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന മാനദണ്ഡങ്ങളല്ലാതെ ഒരു കുട്ടിയെയൊക്കെ പങ്കെടുപ്പിച്ച് നോക്കുക. അങ്ങനെ ഓരോ തലങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ കുറ്റം പറയുന്ന ആളുകൾ കുറച്ചൊക്കെ നല്ലത് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളാണെങ്കിലും നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. ആരെയും കളിയാക്കാനും അവരുടെ ഇല്ല അതൊരു ഇല്ലായ്മയല്ല. അതായത് കയ്യും കാലും ഒക്കെ ഇല്ലാത്ത എത്രയോ ആളുകൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. അല്ലെങ്കിൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വെളുപ്പിൻ്റെയും കറുപ്പിൻ്റെയും പുറകെ പോകുമ്പോൾ അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ രോഗമുള്ള ആളുകളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ പറയുന്ന യൂട്യൂബിൽ ഞാൻ 5 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു, ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി എന്നൊന്നും പറയുന്നത് അവർ ഈ പറയുന്ന പ്രൊഡക്റ്റൊന്നും യൂസ് ചെയ്തിട്ടൊന്നും അല്ല അവർ വെളുത്തത്. ഒന്നാമത്തെ കാര്യം ക്യാമറ ടെക്നിക്ക്. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് ഫോണൊക്കെയാണ്. പക്ഷേ നമ്മൾ അന്ന് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ക്യാമറകളിലൊക്കെ ഇപ്പോൾ കുറച്ചൊരു 3-4 വർഷം കഴിയുമ്പോൾ ആ ക്യാമറയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. എഫക്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കളർ കൂടും. അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ കളർ കൂടും, ചിലപ്പോൾ വണ്ണം വയ്ക്കും. ഇവർ ഈ പറയുന്നതൊന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല ഇവരാരും വണ്ണം വെച്ചതും. ഇവരാരും ചിലപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്ന സാധനം ഇവർക്കൊക്കെ വന്നെന്ന് ഇവർ പറയുന്ന സാധനം. അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് മുമ്പ് യുവതലമുറ അല്ലെങ്കിൽ ആരായാലും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് കുറച്ച് പഴയ കാലത്ത് നിന്ന്, അത് ഇനിയിപ്പോൾ ആരുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും ഇവർ 5 വർഷം മുമ്പുള്ള ആളായിരിക്കില്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് അതും ഇതെല്ലാം വാരി തേച്ച് ടൈപ്പായിരുന്നു. അപ്പം നമ്മൾ ഒരാളെങ്കിലും മാറാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇതൊക്കെ പറയാൻ നീ ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിയിൽ വന്ന് കമൻറ്റൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പം നമ്മൾ ഒരാളെങ്കിലും നമ്മൾ മാറാൻ ശ്രമിക്കുക. കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവരെ കാണുമ്പോൾ കളിയാക്കാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിലും ഈ കേൾക്കുന്ന ആളത്ര കോമഡി ആയിട്ട് അതിനെ കാണുന്നുണ്ടാവില്ല. ഇവരെല്ലാം പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ ഇരിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കും, ഓ ഞാൻ കൊള്ളില്ല അല്ലേ, ഞാൻ കൊള്ളില്ല. അപ്പോൾ കുഞ്ഞിലേ മുതൽ കോൺഫിഡൻസ് ഇല്ലാതെയായിരിക്കും കുട്ടികൾ വളരുന്നത്. അല്ലെങ്കിൽ പ്രായമായി ആർക്കും എപ്പോൾ വേണമെങ്കിലും കോൺഫിഡൻസ് നഷ്ടപ്പെടാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ